Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി കോറിയോളിസ് ഫോഴ്സ് എന്ന സബ്ജക്റ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ചതും കോറിയോളിസ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കോറിയോളിസ് ഫോഴ്സ് ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ മോഷൻ വിച്ച് ഈസ് ഇൻ എ നോൺ ഇനർഷ്യൽ ഫ്രെയിം. ആൻഡ് വി ഫൗണ്ട് ഫ്രം ദിസ് ഇക്വേഷൻ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനുള്ള ഇക്വേഷനിൽ രണ്ട് ടേംസ് നമ്മൾ കണ്ടു. ഒന്നാമത്തെ ടേം is first term is for the Coriolis force and the second term is for the centrifugal force. So ഈ രണ്ട് ഫോഴ്സ് ഇവിടെ ഫസ്റ്റ് ടേം Coriolis force. ഈ Coriolis force എന്ന ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം. Coriolis force depends upon the value of V and omega. നമ്മളതിൽ എത്തിയിരുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എർത്ത് തന്നെയാണ്. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് റൊട്ടേഷൻ ഇറ്റ്സ് ഒബ്വിയസ്ലി എ റൊട്ടേറ്റിംഗ് നോൺ ഇനർഷ്യൽ ഫ്രെയിം ബിക്കോസ് ഓഫ് ദിസ് റൊട്ടേഷൻ. Then Coriolis and centrifugal forces come into play on the earth due to this rotation. So ഈ Coriolis force കാരണം കുറേ മാറ്റങ്ങൾ, പല പ്രതിഭാസങ്ങളും ഭൂമിയെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളത്. അത് ആ എക്സാമ്പിൾ ഒരു ബീഡിൻ്റെ എക്സാമ്പിളാണ്. ഇറ്റ് എ പ്രോബ്ലം ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്. എ ബീഡ് സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓൺ എ റിജിഡ് വയർ while rotating at a constant angular speed omega. Our problem is to find the force exerted by the wire on the bead. ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് കിടക്കാം. നമുക്കിവിടെ ഒരു ബീഡ് ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദി റൊട്ടേറ്റിംഗ് വയർ. റൊട്ടേറ്റിംഗ് സിസ്റ്റമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. രണ്ട് ഫോഴ്സ് ഉണ്ട് അക്കോർഡിംഗ് ടു നമ്മുടെ ഈ ഇക്വേഷൻ പ്രകാരം. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അത് രണ്ട്, ഒന്ന് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബീഡ്, രണ്ടെണ്ണം ഉണ്ട്, എഫ് സെൻട്രിപീറ്റൽ ആൻഡ് എഫ് കോറിയോളിസ്. ഈ രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ടോ. ഈ എഫ് കോറിയോളിസ് ഈ രണ്ട് ഫോഴ്സിന് പുറമെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് കോറിയോളിസ് ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സിന് പുറമെ അതിലൊരു നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, എൻ, ദാറ്റ് ഈസ് നോർമൽ ടു ദ വയർ. അത് ഒരു ഡയഗ്രാം ഞാൻ കാണിക്കാം. ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. നോർമൽ ടു ദി വയർ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. അതല്ലാതെ ഇതിൽ വേറെ രണ്ട് ഫോഴ്സ് ഉള്ളത് എഫ് സെൻട്രിഫ്യൂഗൽ ആൻഡ് എഫ് കോറിയോളിസ്. അതാണ് താഴേക്കുള്ള ആരോ കാണിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഫോഴ്സ് ഇതിലുണ്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് നിങ്ങളിവിടെ കണ്ടത്. ഫ്രീ ബോഡി ഡയഗ്രാം ഈസ് ഷോൺ ഹിയർ. ആൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ നോക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ദ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ്സ്. എം, അതിൽ നിങ്ങൾക്ക് എഫ് സെൻട്രിഫ്യൂഗൽ ഈസ് ഈക്വൽ ടു എം ആർ ഡബിൾ ഡോട്ട്, എഫ് കോറിയോളിസ് ഈസ് ഈക്വൽ ടു എൻ. എൻ ഈസ് ദ നോർമൽ contact force. It's normal to the wire. It's a contact force, and Coriolis force is in this diagram. Coriolis force is opposite to that contact force. So we can equate M R double dot with the F centrifugal. This Coriolis force can be equated to N. Okay, so F centrifugal is equal to M R double dot or M F centrifugal. Okay, ഇനി ഇത് രണ്ടും കൂടെ എഫ് സെൻട്രിഫ്യൂഗലിൽ നിന്നുള്ളത് എം ആർ ഒമേഗ സ്ക്വയർ ആണ്. എം ആർ ഡബിൾ ഡോട്ട് ഓർ ആർ ഒമേഗ സ്ക്വയർ. ഇതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ എമ്മും കട്ട് ചെയ്താൽ ആർ ഡബിൾ ഡോട്ട് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആർ ഇസ് ഈക്വൽ ടു എ ഇ ഒമേഗ ടി റൈസ് ടു ഒമേഗ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി. ഇതിൽ നമുക്ക് ഇക്വേഷൻ 2 നോക്കാം. ഇക്വേഷൻ 2 എന്താണ്? എഫ് കോറിയോളിസ് ഈസ് ഈക്വൽ ടു എൻ, ക്യാപിറ്റൽ എൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടാം n is equal to 2m r dot omega.
n is equal to f Coriolis ആണ്. അതായത് m നമുക്കിവിടെ എം ആർ ഡബിൾ ഡോട്ട് is equal to എം ആർ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ ആർ ഡബിൾ ഡോട്ട് is equal to ആർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. അതേപോലെ ആറിൻ്റെ വാല്യൂ നമുക്കിവിടെ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രം ഇക്വേഷൻ 2 we can write n, capital N, or it is the contact force n normal to the wire can be equal to 2 mr dot omega, and from the solution r is equal to a e raised to omega t plus b e raised to minus omega t. R dot നമുക്ക് കിട്ടും omega into a e omega t minus b e minus omega t. ഈ solution ആണ് കിട്ടുന്നത്. ഇതിൽ a and b are constants which depends upon the initial condition. ആൻഡ് ക്യാപിറ്റൽ എൻ നമുക്കപ്പോൾ ഈ ആർ ഡോട്ടിന് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ ഇസ് ഇക്വൽ ടു 2m ഒമേഗ ഈ പുറത്തുള്ള ഒമേഗ കൂടെ കൂട്ടിയിട്ട് ഒമേഗ സ്ക്വയർ എ ഇ റൈസ് ടു ഒമേഗ ടി മൈനസ് ബി ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. സോ ഇതാണ് ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ബീഡ്. വെൻ ബീഡ് സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓൺ എ റിജിഡ് വയർ which is rotating at constant angular speed omega. The force exerted by the wire, normal force, there is a normal to the wire, this contact force n normal to the wire എന്താണെന്ന് നമുക്ക് കാണാനുള്ള ഈ സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ. So in this case of this bead, we have to consider this is purely radial. The motion of the bead is purely radial and there is no tangential acceleration in this case of a bead when it is moving. It slides without friction on a rigid wire which is rotating with a constant angular speed omega. In this case നമ്മൾ പ്യൂർലി റേഡിയൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതേ കേസ് പോലെ നമുക്കൊരു എക്സാമ്പിൾ ഇതുപോലെ എഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓൺ ദി എർത്ത് നോക്കാം. അതായത് if the body on the surface of the earth is in motion, example flowing river, falling object or warm stream flows, ഇതുപോലെയുള്ള ഒബ്ജക്ട്സ് on the surface of earth, അതിൻ്റെ കേസിൽ ഇത് വിത്ത് റെസ്പെക്ട് ടു ദി എർത്ത് ഈസ് എ നോൺ ഇനർഷ്യൽ ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ കോറിയോളിസ് ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ കോറിയോളിസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് -2m in omega cross v. നമ്മൾ കഴിഞ്ഞ ബീഡിൻ്റെ കേസിൽ കണ്ടപോലെ തന്നെ ഇതിലൊരു കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് എർത്താണ് ഇവിടെ റൊട്ടേറ്റിംഗ് ഫ്രെയിം. സോ v is the velocity of the body with respect to the earth. ഇത് കുറച്ചും കൂടെ നമുക്ക് ഒരു ഫ്രീലി ഫാളിങ് ഒബ്ജക്റ്റിൻ്റെ കേസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളൊരു ബോഡി ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ്സ് എ ബോഡി വിച്ച് ഈസ് ഫാളിങ് ഫ്രീ and the velocity v is equal to -v k cap, where k cap is the unit vector along the vertically upward direction, and using the equation omega is equal to omega cos phi j cap plus omega sin phi k cap. J cap പറഞ്ഞാൽ unit vector along the direction of the north, I cap പറഞ്ഞാൽ along the east. ഈ ഡയഗ്രത്തിൽ നമുക്ക് ഈ ഒന്നാമത്തെ ഡയഗ്രം ഈ ഡയഗ്രം നോക്കാം. ഇതിൽ j cap is the unit vector along the north and I cap is the unit vector along the east. Okay, next നമുക്ക് കോറിയോളിസ് ഫോഴ്സ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ് -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി, അല്ലെങ്കിൽ ഒമേഗക്ക് നമ്മൾ അതിൻ്റെ വലിയ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -2m ഇൻറ്റു ഒമേഗ കോസ് ഫൈ ജെ ക്യാപ് പ്ലസ് ഒമേഗ സൈൻ ഫൈ കെ ക്യാപ് കൊടുക്കുക ഇൻറ്റു -v കെ ക്യാപ് കൊടുക്കുക. അതിൽ 2m ഇൻറ്റു ഒമേഗ വി കോസ് ഫൈ ഐ ക്യാപ്പ് മാത്രം ഐ ക്യാപ്പ് ഉണ്ടാവും. ഐ ക്യാപ്പ് വരാൻ കാരണം എന്താ? ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഐ ക്യാപ്പാണ്. കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് 0 ആയിട്ട് പോയി. അപ്പം നമുക്ക് ഇതും ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിട്ട് പോയി. ഈ പിന്നെ ജെ ക്യാപ്പും കെ ക്യാപ്പുള്ള ഈ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു ഐ ക്യാപ്പ് വരുന്നു. So this shows that only horizontal constant force affects the motion, and this also acts towards the east. This horizontal constant I ഏതാണ്? I ഏത് ഡയറക്ഷനിലാണ്? I horizontal component only comes into effect. Because of this eastward horizontal constant force അവിടെ ഉണ്ടാവും.
when a freely falling therefore a freely falling body deviates from its vertical path towards east, east direction. I component മാത്രം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉള്ളൂ. അത് അങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു അതിൽ ഐ ക്യാപ്പ് ഡയറക്ഷനിൽ ഇതിലൊരു ഇറ്റ്സ് ഡീവിയേറ്റ്സ് ഫ്രം ഇറ്റ്സ് വെർട്ടിക്കൽ പാത്ത് ടുവാർഡ്സ് ഈസ്റ്റ് എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. അത് എഫക്റ്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി അതിവിടെ നമ്മൾ കണ്ടു. അതേപോലെ മോഷൻ ഓൺ ദി റൊട്ടേറ്റിംഗ് എർത്ത് അടുത്ത എക്സാമ്പിൾ. അതായത് സോ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ആണ് നമുക്കറിയാം. വി നോ ദാറ്റ് എർത്ത് ഈസ് എ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. സോ ഇതൊരു റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ എനി പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എക്സ്പീരിയൻസസ് എ കോറിയോളിസ് ഫോഴ്സ്. സോ നമ്മളിവിടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു വിച്ച് ഈസ് ഓഫ് മാസ് എം മൂവിങ് വെലോസിറ്റി വിത്ത് എ വെലോസിറ്റി v horizontally at latitude 5 on the surface of the earth. So earth is rotating with angular velocity omega. The Coriolis force experienced by the mass is equal to F is equal to minus 2m omega cross v. So നമുക്ക് ഒമേഗനെ രണ്ട് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ, രണ്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒമേഗ എച്ചും ഒമേഗ വി എന്ന് റെപ്രസെന്റ് ചെയ്യാം അതിനെ. അപ്പോൾ ഈ ഇക്വേഷൻ മൈനസ് 2m ഒമേഗന് ഒമേഗ എച്ച് പ്ലസ് ഒമേഗ വി എന്ന് എഴുതാം ക്രോസ് വി. ഇതിൽ ഒമേഗ എച്ച് ക്രോസ് വി 0 ആണ്. കാരണം വിൻ്റെ ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, വിയും ഹൊറിസോണ്ടലാണ്. സോ ഇത് രണ്ടും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 0 വരും. അടുത്തത് ആരാണ് ഇനി ഏതൊക്കെ ഉണ്ടാവുക? മൈനസ് 2m ഉണ്ടാവും. ഒമേഗ ക്രോസ് വി ഒമേഗ വി ക്രോസ് വി ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഒമേഗ വി സൈൻ ഫൈ ആണ് അതിൻ്റെ ഒറിജിനൽ കംപ്ലീറ്റ്. സൈൻ ഫൈ എൻ ക്യാപ്പ് n cap is the unit vector which is perpendicular to omega v and v. Okay, so F is equal to നമുക്ക് മൈനസ് 2m ഉണ്ടാവും. പിന്നെ ഈ രണ്ടാൾക്കാർ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒമേഗ വിയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടിയത് അവിടെ ഒമേഗ വി സൈൻ ഫൈ എൻ ക്യാപ്പ് എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് ഡയറക്ഷൻ ഓഫ് എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു വി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡ്യൂ ടു Coriolis force. Particle moves in a circular path. So motion on the rotating earth is explained on basis of Coriolis force. Next, weather systems are also affected by this Coriolis force. നമ്മുടെ weather systems are very influenced by the Coriolis force. നമുക്കൊരു region of low pressure ഉണ്ടെന്ന് നോക്കാം in the atmosphere. Due to some reason, imagine that a region of low pressure occurs in the atmosphere. So, low pressure region created at any place of Earth, it is due to pressure gradients are set up. Due to this, pressure gradients are set up, and air tends to move from regions of high pressure to regions of low pressure. നമുക്കറിയാവുന്നതാണ് പ്രഷർ വേരിയേഷൻ ഉണ്ടായാൽ അവിടെ ലോ പ്രഷർ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് എയർ മൂവ് ചെയ്യും. അപ്പോൾ ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ ടു ഈക്വലൈസ് ദ പ്രഷർ ഡിഫറൻസ്. സോ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ദ പ്രഷർ ഗ്രേഡിയന്റ്, ഈ ഗ്രേഡിയന്റ് മീൻസ് പ്രഷർ വേരിയേഷനുള്ള ഇതിനെയാണ് പ്രഷർ ഗ്രേഡിയന്റ്. ഇറ്റ് ഈസ് റഫ്ലി ബാലൻസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ദിസ് നമ്മുടെ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പാരബിൾ ഇൻ മാഗ്നിറ്റ്യൂഡ് ടു ദി കോറിയോളിസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി എയർ മാസ്. സോ വെതർ സിസ്റ്റത്തിൽ ഈ കോറിയോളിസ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വിച്ച് ഈസ് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കമ്പാരബിൾ വിത്ത് കോറിയോളിസ് ഫോഴ്സ് ആണ്. സോ ഇനി കോറിയോളിസ് ഫോഴ്സ് ഇല്ലെങ്കിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് കോറിയോളിസ് ഫോഴ്സ്, direction of wind velocity would be perpendicular to the isobars. Isobar means there are equal pressure lines ഉള്ള സ്ഥലങ്ങൾ, അതിന് നമുക്ക് ഐസോബാർസ് എന്ന് വിളിക്കാം. ദ ക്ലോസ് നമ്മുടെ ഈ ഒരു സ്കെച്ച് നോക്കാം, ഒരു അടുത്ത സ്കെച്ച്, അതിലെ
ലൈൻസ് കോൺസ്റ്റന്റ് പ്രഷർസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് പ്രഷർ മീൻസ് ഐസോബാർസ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഓരോ ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഡയഗ്രം നോക്കുക. ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ദ ഏരിയാസ് വിത്ത് ഈക്വൽ പ്രഷർ ഓർ ഇറ്റ് ഈസ് ഐസോബാർസ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്. ഒന്ന് നോർത്ത് ഹെമിസ്ഫിയർ, another one is southern ഹെമിസ്ഫിയർ. അപ്പോൾ അതിൽ രണ്ടിലും എന്താ സംഭവിക്കുന്നത് നോക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോളിസ് ഫോഴ്സ് ആക്ട്സ് ഓൺ ദ വിൻഡ് ടു ഡീവിയേറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ടുവാർഡ്സ് റൈറ്റ്. ഇതിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദി Coriolis force acts on the wind to deviate its direction towards right. So, ഈ deflection to the right continues until the wind vector is parallel to the isobars. നിങ്ങൾക്ക് ഇവിടെ കാണാം ഐസോബാർ, ഇവിടെ കാണാം. ഈ isobars means same. These are the equal pressure lines or these areas with the same pressure. ഈ Coriolis deflection ഏതുവരെ തുടരുന്നു വെച്ചാൽ it is continuing. Coriolis force acts on the wind to deviate its direction towards right. Coriolis force കാരണം വിൻഡ് റൈറ്റിലേക്ക് പോകുന്ന അത്രയും ഇത് ഫോഴ്സ് അതിലുണ്ടാവും. അതിലെ ഡിഫ്ലക്ഷൻ ടു ദി റൈറ്റ്, ഈ റൈറ്റിലേക്ക് ഇതിനെ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇറ്റ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദ വിൻഡ് വെക്ടർ ഈസ് പാരലൽ ടു ദിസ് ഐസോബാസ്. ഇത് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പോലെ പ്രഷർ P1 ആണെങ്കിൽ P1 പ്ലസ് ഡെൽറ്റ പി കൊണ്ടുവന്ന് ഇതിന് പാരലൽ ആകുന്നവരെ, അല്ലെങ്കിൽ ഈ റൈറ്റിലേക്കുള്ള ഈ പോക്ക് ഏതുവരെ നിൽക്കുന്നു, ഏതുവരെ തുടരും? ഇറ്റ് വിൽ കണ്ടിന്യൂ സിൻസ് ടിൽ ദ ഇറ്റ്സ് കമ്മിങ് ഇൻ ടു പാരലൽ ടു ദി ഐസോബാർസ് സർക്കുലേറ്റിംഗ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ. സോ അത് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. സോ ഒരു ലോ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് ഈ ലോ പ്രഷറിൽ അത് ഹൈ പ്രഷറിന്ന് ഇങ്ങോട്ട്, ഹൈ പ്രഷർ എന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക്, ഹൈ പ്രഷറിലെ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലെ ഏരിയയിലേക്ക് എയർ അല്ലെങ്കിൽ വിൻഡ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ദി റൈറ്റ് ടിൽ the wind vector is parallel to the isobar and it is in a counterclockwise direction about the center of low pressure. So ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ നടക്കുന്നത്. Coriolis force acts in the opposite direction and the wind flow about the low pressure is clockwise. Okay, clockwise, it's not log. So in the southern hemisphere, Coriolis force acts in the opposite direction, that is in clockwise. ഇതേപോലെ ഇത് ക്ലോക്ക്വൈസ്, ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കാണുന്ന ഈ ഫ്ലോ, അത് ആൻറ്റി ക്ലോക്ക്വൈസ് മീൻസ് ഇവിടെ ക്ലോക്ക്വൈസ്, ഇത് കൗണ്ടർ ക്ലോക്ക്വൈസ് ഓർ ആൻറ്റി ക്ലോക്ക്വൈസ്. ദാറ്റ് ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോ പ്രഷറിന് ചുറ്റിയിട്ട് ഹൈ പ്രഷറിന് വരുന്നത് ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലും, അതേപോലെ തിരിച്ചെന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ ഫ്രം ഫ്രം എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സോ ഇത് കഴിഞ്ഞാൽ ഫോക്കോൾസ് പെൻഡുലം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു പ്രൂവ് ദ this was demonstrated by Foucault in 1851 at Paris for a public demonstration. ഉപയോഗിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഫോക്കോൾസ് പെൻഡുലം എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ്. ഒരു പബ്ലിക് ഡെമോൺസ്ട്രേഷനിൽ അദ്ദേഹം കാണിച്ചു ഫോക്കോൾസ് ഇൻ 1851. അപ്പോൾ കാണിച്ച ഒരു പെൻഡുലം, ഇറ്റ് വാസ് ഓഫ് 70 meters, ഒരു 70 meter നീളമുള്ള ഒരു പെൻഡുലം. ഇറ്റ് വാസ് സസ്പെൻഡഡ് mass about 28 kilo. It was suspended mass about 28 kilo, about 70 meter ഉള്ള ഒരു പെൻഡുലം. അതിൽ ഒരു 28 kilogram മാസ് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ടൈം പീരീഡ് സെറ്റ് ചെയ്ത് ഉള്ള പോലെ, ഏതുപോലെ 17 സെക്കൻഡ് കിട്ടുന്ന പോലെ ഒരു പെൻഡുലം ഉണ്ടാക്കിയിട്ട് അത് പാരീസിൽ പബ്ലിക് ഡെമോൺസ്ട്രേഷനിലാണ് ഈ ഫോക്കോൾസ് പെൻഡുലം അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. എന്തിനാണെന്ന് വെച്ചാൽ
ഇതൊരു സാധാരണ ഫോക്കസ് പെൻഡുലം is an ordinary pendulum which consists of a heavy mass carried by a long wire suspended from a rigid support and it is free to swing in any direction. This is നമ്മൾ ഫോക്കോൾസ് കാണിച്ചത് 70 meters നീളമുള്ള പെൻഡുലം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ 28 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈം പീരീഡ് 17 സെക്കൻഡ് 17 സെക്കൻഡ് ആയിരുന്നു. ഇത് അദ്ദേഹം ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ബി എന്ത് പ്രൂവ് ചെയ്യാൻ ദ എർത്ത് റൊട്ടേറ്റ്സ് വിത്ത് നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ്സ് വിത്ത് ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ എ ഫ്രെയിം അറ്റാച്ച്ഡ് ടു ദ എർത്ത് ഈസ് നോട്ട് ആൻ ഇനർഷ്യൽ ഫ്രെയിം. ഇറ്റ്സ് നോട്ട് ആൻ ഇനർഷ്യൽ ഫ്രെയിം മീൻസ് ഇറ്റ്സ് എ നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഇതിൻ്റെ ഒരു പ്രൂഫാണ് ഇത്. സോ it provides one of the most dramatic demonstrations that the earth is a non-inertial system. എർത്ത് ഒരു നോൺ ഇനർഷ്യൽ സിസ്റ്റം ആണെന്നുള്ളതിൻ്റെ ഒരു ഡ്രമാറ്റിക് ഡെമോൺസ്ട്രേഷൻ ആണ് ഫോക്കോൾസ് പെൻഡുലം. അദ്ദേഹം അത് അങ്ങനെ കാണിച്ചു. ആ സമയത്ത് ഇതിൽ എങ്ങനെയാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയെന്ന് നോക്കാം. ഈ ഫോക്കോൾസ് പെൻഡുലം ഈസ് അലൗഡ് ടു ഓസിലേറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ ഓഫ് ഓസിലേഷൻ is found to precess from east to west. So this point of suspension of the pendulum is rigidly fixed ആണ്. അതുകൊണ്ട് precision is obviously ഈ precision വരുന്നത് ഈ ഫിക്സ്ഡ് ഒരു റിജിഡ് ഫിക്സ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് ഈ precision വരുന്നത് എന്തായാലും ഈ ഒരു സസ്പെൻഷൻ കൊണ്ടല്ല, അത് വരുന്നത് വേറെ എന്തോ ഒരു റീസൺ കൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഈ ഓസിലേഷൻ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് ചെയ്തപ്പോൾ അതിൻ്റെ ഓസിലേഷൻ ഫൗണ്ട് ടു പ്രിസിസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. സോ ഈ കാരണം ആണ് എന്താണെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഈ കാരണം കണ്ടെത്തി. ഈ കാരണം ഈ പ്രിസിഷൻ ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ ആണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇതെന്താണ് കാരണം നോക്കാം. ഇറ്റ്സ് ഓൺലി പോസിബിലിറ്റി ഓഫ് പ്രിസിഷൻ ഓഫ് ദി പെൻഡുലം ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദാറ്റ് ഈസ് പെൻഡുലം ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇത് എങ്ങോട്ടാണ് പ്രിസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. സോ ദെർഫോർ ദ റീസൺ ഈസ് എർത്ത് റൊട്ടേഷൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇത് പ്രിസിസ് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റും. So if this pendulum is viewed from an inertial frame attached to a distant star, a plane of oscillation will remain fixed. നമ്മൾ ഇതിനൊരു ഇനർഷ്യൽ ഫ്രെയിം അറ്റാച്ച്ഡ് ടു എ ഡിസ്റ്റന്റ് സ്റ്റാറിൽ വെച്ചിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓസിലേഷൻ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ earth under the pendulum is rotating once in every 24 hours from west to east. അതുകൊണ്ട് തന്നെ the observer on earth will see that the plane of oscillation is turning from east to west. So but the earth under the pendulum is rotating once in every 24 hours from west to east. So the observer on earth will see that the plane of oscillation is turning from east to west. So this precessional motion of the pendulum is not observable for a man at south or north pole. If you are observing the same experiment from north or south pole, it is not obviously you cannot see that precession motion. But a man on any other place, അതായത് നോർത്ത് പോളും സൗത്ത് പോളും അല്ലാത്ത എവിടെ നോക്കിയാലും ഇത് a person can see that plane of oscillation precessing. So the latitude of a place should not be equal to 90. അതേപോലെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 270 ഡിഗ്രി. അതായത് 90 ഡിഗ്രിയിലും നോക്കാം. പ്രിസിഷൻ മോഷൻ ഓഫ് ദി പെൻഡുലം ഈസ് നോട്ട് ഒബ്സർവബിൾ ഫോർ എ മാൻ അറ്റ് സൗത്ത് ഓർ നോർത്ത് പോൾ. ബട്ട് ഏതൊക്കെ ആവരുത്, ഈ നോർത്ത് പോൾ സൗത്ത് പോൾ 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി അല്ലാത്ത 5 ലാറ്റിറ്റ്യൂഡിൽ നമുക്കിത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഒമേഗ സൈൻ 5, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പിന്നെ ഒമേഗ കോസ് 5. അത് ഏതൊക്കെ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കമ്പോണൻറ്റ് ഒമേഗ കോസ് 5 വിൽ നോട്ട് ഹാവ് എനി അപ്രീഷിയബിൾ എഫക്റ്റ് ഓൺ ദി പെൻഡുലം. കോസ് 5 ഏതാണ്? കോസ് 5 ഇസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്.
വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമാണ് ഇവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഒമേഗ സൈൻ ഫൈ വിൽ മേക്ക് ദ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ പ്രെസിസ്റ്റ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ സൈൻ ഫൈ ആണ് ഇതിൻ്റെ പ്രെസിസ്റ്റിൻ്റെ ആംഗുലർ വെലോസിറ്റി. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഈ പ്രെസിഷൻ കാരണം ഇതിനൊരു നമുക്കൊരു ടൈം ഓഫ് വൺ ഓസിലേഷൻ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. T = 2π/ω sin φ. sin φ മാത്രമാണ്, ഒമേഗ സൈൻ ഫൈ ആണ് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. അത് 2π/ω sin φ ആണ് അതിൻ്റെ ടൈം ഓഫ് വൺ ഓസിലേഷൻ. 2π ആംഗുലർ വെലോസിറ്റി. സോ ആംഗുലർ വെലോസിറ്റിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ 2π മൊത്തം ഒരു ഓസിലേഷന് ഇത് 24 hours ആണ്. 2π/ω we can take it as 24 hours. So T is equal to 24/ω. So 25/ω sin φ ഇല്ല, വെറും sin φ കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക്, സോറി ഫോർ ദിസ്. 24/sin φ അത്രയും ഹവേഴ്സ് ആണ് ടൈം പീരിയഡ് ഓഫ് ദി, അല്ലെങ്കിൽ ടൈം ഓഫ് വൺ ഓസിലേഷൻ ഓഫ് ദി പ്ലെയിൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ 24 ടൈം സമയത്തിനിടക്ക് ഡിവൈഡ് ബൈ സൈൻ ഫൈ. സൈൻ ഫൈ ഇസ് ദ വാട്ട് ഈസ് ഒമേഗനെ നമ്മൾ രണ്ട് കമ്പോണൻ്റായിട്ടും ഫൈ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. അത് ഇറ്റ് ഷുഡ് നോട്ട് ബി 90 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി. ബാക്കി എല്ലാ സമയത്തിലും നമുക്ക് പ്രസിഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നോർത്ത് പോളിലാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് പോളിൽ ഈ പ്രസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുണ്ടാവില്ല. അവിടെ നിന്നാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ. സോ as the observer on the earth, it is a non-inertial frame. The precession of the plane is due to this Coriolis force. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഇതൊരു വെരിഫിക്കേഷൻ. ഈ ഒരു വെരിഫിക്കേഷൻ പ്രൊവൈഡ്സ് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് എർത്ത് റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. സോ ഇതാണ് കോറിയോളിസ് ഫോഴ്സ് എന്നുള്ള പാർട്ട്. ഇത് വായിക്കാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലെ പ്രോബ്ലംസ് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.